തിരിച്ചറിയപ്പെടാത്ത 216 മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർത്തിയായി. 3 ദിവസമായിട്ടാണ് പുത്തുമലയിലെ കൂട്ടക്കുഴി മാടങ്ങളിൽ ഇവരെ അടക്കിയത്. സമ്പൂർണ്ണ ബഹുമതികളോടെയും ആദരവോടെയുമാണ് പ്രിയപ്പെട്ടവർക്ക് നാട് യാത്രയയപ്പ് നൽകിയത്. 22 ശരീരഭാഗങ്ങളാണ് ഇന്ന് മറമാടിയത്. ഇതുൾപ്പെടെ 3 ദിവസമായി സംസ്കരിച്ചത് തിരിച്ചറിയപ്പെടാത്ത 216 മൃതദേഹങ്ങൾ. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ, സർക്കാരിന്റെ ബഹുമതി, സർവമത പ്രാർത്ഥന, അങ്ങനെ അവരർഹിക്കുന്ന ആദരവിന്റെ അങ്ങേയറ്റം നൽകിക്കൊണ്ടാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറിയവരെ നാടുയാത്രയാക്കിയത്. സർക്കാരിനു വേണ്ടി മന്ത്രിമാർ പുഷ്പചക്രം സമർപ്പിച്ചു. 5 വർഷം മുമ്പുണ്ടായ പുത്തുമല ദുരന്തത്തിന്റെ ശേഷിപ്പായ ഈ ഭൂമിയിൽ ഇപ്പോഴത്തെ ദുരന്തത്തിന്റെ ഇരകളായവരെത്തുമ്പോൾ ഏറ്റുവാങ്ങാനുണ്ടായത് മനസ്സുമരവിച്ച ഒരു കൂട്ടം മനുഷ്യർ. കുഴിമാടങ്ങളിൽ സ്ഥാപിച്ച കല്ലുകളിൽ കറുത്ത മഷിയിൽ കോറിയിട്ട നമ്പറുകളാണ് ഇവരുടെ പുതിയ മേൽവിലാസം. ഇന്നലെയും മിനിഞ്ഞാന്നും സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷികളാകാൻ നിരവധി ആളുകളുണ്ടായിരുന്നു. ഹൃദയം പിളർത്തുന്ന ആ കാഴ്ചകൾ കാണാൻ ഇന്ന് പക്ഷേ ആളെണ്ണം വളരെ കുറവായിരുന്നു. കാരണം ഒരു പൊതിക്കുള്ളിൽ ഒതുങ്ങും വിധമുള്ള മടങ്ങിവരവല്ല പ്രിയപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അവർ പ്രതീക്ഷിച്ചത്. മനസ്സുമരവിച്ച് കല്ലായവർക്ക് പോലും കണ്ടു നിൽക്കാനാകുന്നതായിരുന്നില്ല ആ കാഴ്ചകൾ. കോടം മൂടിയ വയനാടൻ മലനിരകൾക്കു താഴെ ദുഃഖം പെയ്തിറങ്ങുന്ന താഴ്വാരമായി മാറിയിരിക്കുകയാണ് ഈ ഭൂമി. പാതിയിൽ പൊലിഞ്ഞ സ്വപ്നങ്ങളുടെ, ഞെട്ടറ്റ പ്രതീക്ഷകളുടെ ശ്മശാന ഭൂമി. ആരാലും തിരിച്ചറിയപ്പെടാത്തതിന്റെ പേരിൽ നാം ഓരോരുത്തരും പുതിയ മേൽവിലാസം രചിച്ചു നൽകിയ ഈ പ്രിയപ്പെട്ടവർക്കരികിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.